പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഓൾറെഡി നമ്മൾ റോമൻ റീൻസിൻ്റെ സർവൈവർ സീരീസ് വാർ ഗെയിംസിലെ പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. സർവൈവർ സീരീസ് വാർ ഗെയിംസിനെ സംബന്ധിച്ചുള്ള പ്രഡിക്ഷനും ഞാൻ പങ്കുവെച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പങ്കുവെക്കാനുള്ള മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, റോമൻ റീൻസിന് എന്തായിരിക്കും സർവൈവർ സീരീസ് വാർ ഗെയിംസ് കഴിഞ്ഞാലുള്ള പദ്ധതികൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ റോമൻ റീൻസിൻ്റെ ടീമും സോളോ സിക്കോവയുടെ ടീമും ഏറ്റുമുട്ടുന്ന വാർ ഗെയിംസ് മത്സരം കഴിഞ്ഞാലും റോമൻ റീൻസ് ബ്ലഡ് ലൈനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. WWE അടുത്ത സ്പെഷ്യൽ ഇവൻ്റ് നടക്കുന്നത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ 15 നടക്കുന്ന മറ്റൊരു സ്പെഷ്യൽ ഇവൻ്റാണ്. ഈ സ്പെഷ്യൽ ഇവൻറ്റിൽ റോമൻ റീൻസിനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. റോമൻ റീൻസിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് സാറ്റർഡേ മെയിൻ ഇവൻറ്റിൻ്റെ ടിക്കറ്റ് സെയിൽസ് ഇപ്പോൾ WWE ആരംഭിച്ചിട്ടുള്ളത്. റോമൻ റീൻസിന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ റോമൻ റീൻസിൻ്റെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മത്സരം റോമൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വാർ ഗെയിംസ് കഴിയുന്നതിന് ശേഷം ഞാൻ പ്രതീക്ഷിക്കുന്ന 2 മത്സരങ്ങൾ, അതിൽ ഏതെങ്കിലും ഒന്ന് നടക്കാൻ സാധ്യത കൂടുതലാണ്. അതിൽ ആദ്യത്തേത് റോമൻ റീൻസ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള മത്സരമാണ്. ജേക്കബ് ഫാറ്റുവിനെതിരെയുള്ള റോമൻ റീൻസിൻ്റെ മത്സരം എല്ലാവരും ഒരു ഡ്രീം മാച്ചായിട്ട് കാണുന്ന ഒന്നാണ്. ആ മത്സരം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് പോലെയുള്ള ഒരു സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് വെച്ചാൽ ഫസ്റ്റ് ടൈം എവർ എന്നുള്ള ഒരു മത്സരം കൊണ്ട് നല്ലൊരു ടിക്കറ്റ് സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കിടിലൻ സ്റ്റോറി ലൈനും കൂടി ഉണ്ടെങ്കിൽ മികച്ച മത്സരവും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു മത്സരം റോമൻ റീൻസ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. ഓൾറെഡി സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്നിട്ട് സോളോ സിക്കോവയ്ക്കെതിരെ ഒരു 1-on-1 മത്സരം കളിക്കാനുള്ള ആഗ്രഹം റോമൻ റീൻസ് കഴിഞ്ഞ ആഴ്ചകളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിജയിക്കുന്ന ആൾക്ക് യഥാർത്ഥ ട്രൈബൽ ചീഫ് ആണെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്ന ഒരു മത്സരം, അത്തരത്തിലുള്ള ഒരു സ്റ്റിപ്പുലേഷനാണ് റോമൻ റീൻസ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ആ സിംഗിൾസ് മത്സരത്തിനും സാധ്യതകൾ കൂടുതലാണ്. പിന്നീട് ഡിസംബർ കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്ന സ്പെഷ്യൽ ഇവൻറ്റ് റോയൽ റംബിൾ ആണ്. അത് ഫെബ്രുവരി ആദ്യ വീക്കിലാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ റോയൽ റംബിളിന് മുൻപ് തന്നെ ബ്ലഡിൻ്റെ ആ ഒരു സ്റ്റോറിയിൽ കൃത്യമായിട്ടുള്ള ഇപ്പോഴത്തെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് കൊടുക്കാൻ അവർക്ക് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലെ റോമൻ റീൻസിൻ്റെ മത്സരം കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.